Amen. എന്ന് പറഞ്ഞാൽ എനിക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അവൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അതനുസരിച്ചാൽ നിങ്ങളുടെ കാര്യം നടക്കും. It means I have no solution for this. Whatever solution he gives, that will be the solution of it. നിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള 3 വഴി ഞാൻ പറയാം. There are 3 things and 3 ways where your problem can be resolved. First, നിന്റെ വിഷയം നീ കർത്താവിനോട് നേരിട്ട് പറയണം. tell your problem directly to Jesus. തുറന്നു പറയണം. Tell to him openly. അതെത്ര വലുതാണെങ്കിലും പറയാം. However deep and big it is. അതെത്ര പഴകിയതാണെങ്കിലും പറയാം. However old it might be. അത് ഭൂമിയിൽ ആരോട് പറയാത്താണെങ്കിലും പറയാം. Even if you have not shared this with anybody on planet Earth, ഒരു മധ്യസ്ഥനും വേണ്ട. there is no need of any mediator. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. Submit your request directly with thanksgiving to God. Praise the Lord. Hallelujah. രണ്ടാമത്തെ കാര്യം, second thing here, ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. wait for God's timing. യേശു അവിടെ പറഞ്ഞു എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. Jesus was telling, my time is not yet come. സഹോദരി സഹോദരന്മാരെ, Brothers and sisters, ദൈവത്തിന് ഒരു സമയമുണ്ട്. God has a timing. അത് നിന്റെ സമയമല്ല. It may not be in your time, അത് എന്റെ സമയമല്ല. or not in my time, അത് നിന്റെ ഭർത്താവിന്റെ സമയമല്ല. not in your husband's time, നിന്റെ അപ്പന്റെ സമയമല്ല. not in your father's time. ദൈവത്തിന്റെ സമയം. In God's time. ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. Wait patiently for God's time. ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ അല്പം കൂടെ വൈകിയാലും നിന്റെ സമയത്തിനായി ഞാൻ കാത്തിരിക്കാം. Tonight, commit yourself to the Lord and say, Lord, even if it delays little more, I will wait for your timing. യേശു നമ്മുടെ പ്രശ്നം കൈകാര്യം ചെയ്യണമെങ്കിൽ അവന്റെ സമയത്തിനായി നാം കാത്തിരിക്കണം. If Jesus has to resolve that problem in your life, he will do that in his time. Don't hurry up. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. My time is not yet come. ദൈവത്തിന്റെ ക്ലോക്ക് സ്ലോ അല്ല, പക്ഷേ ദൈവത്തിന്റെ ടൈമിനെ അത് വരുള്ളൂ. God's clock is not slow, but will come exactly in the right time. നിന്റെ സമയത്തിന് അത് വരത്തില്ല. It will not come in your time. ഒന്നുകൂടെ ഞാൻ പറയാം. I will tell that one more thing. ദൈവത്തിന്റെ സമയമാണ് നല്ല സമയം. God's time is always the best time. പൊട്ടനെ പോലെ ഇന്ന് രാത്രി ദൈവത്തോട് പറ, നിന്റെ സമയത്തിനായിട്ട് ഞാൻ കാത്തിരിക്കാം. Like a fool, just tell or admit in the presence of God, Lord, I will wait for your time. കഴിഞ്ഞ വർഷം ഒരു കാര്യം നടക്കാൻ വേണ്ടി ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. Last year, I was so compelled to hold on one issue and pray for it so strongly. ഒരു സഹോദരൻ ദൈവാത്മ പ്രേരിതനായി എന്നോട് പറഞ്ഞു, അത്ര മുറുകെ പിടിക്കേണ്ട, ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. One brother spoke to me in the spirit and said, don't hold that issue strongly, leave it for God's time. പെട്ടെന്ന് എനിക്കത് സങ്കടം തോന്നി. I felt so sad about it. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ദൈവം അത് ബോധ്യം തന്നു. But after a while, God gave me a confirmation of that in my heart. ഞാൻ പറഞ്ഞു, കർത്താവേ വൈകിയാലും ഞാൻ നിനക്കായി കാത്തിരിക്കും. I told the Lord, even if it delays, I will wait for your time. മൂന്നാമത്തെ കാര്യം, Third thing over here, ദൈവത്തിന്റെ പ്രവൃത്തിയോട് സഹകരിക്കുക. cooperate with the work of God. കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കാൻ പറഞ്ഞു. He told them, draw out the water from the well. വീഞ്ഞ് തീർന്നു പോയെങ്കിൽ കിണറ്റിലെ വെള്ളം എന്തിനാ? If the wine is finished, why should you draw the water from the well? വീഞ്ഞല്ലേ വേണ്ടത്. What you need is wine. പക്ഷേ യേശു പറഞ്ഞു വെള്ളം പോരെ. But Jesus said, draw out the water from the well. അത് പുറത്തു കിടക്കുന്ന പാത്രത്തിൽ. Into the pots that are outside. വീഞ്ഞ് ഉണ്ടാക്കിയ പാത്രം അകത്തിരിപ്പുണ്ട്. The pots that were made for wine are inside. യേശു അതെടുത്തില്ല. Jesus did not take that. പുറത്തു കിടക്കുന്ന പഴയ കൽപാത്രം എടുത്തു. Jesus told, take those 6 pots of water. നിന്റെ വിഷയത്തിൽ ഇടപെടാൻ ദൈവത്തിന് ഒരു മെത്തേഡ് ഉണ്ട്. Jesus has a way and a method how to deal with your problem. ദൈവത്തിന് ഒരു വഴിയുണ്ട്. God has a way for it. അതിനോട് സഹകരിക്കണം. But you must cooperate with it. നിന്റെ വഴിക്കൂടെ നടക്കണമെന്ന് ശഠിക്കരുത്. Don't insist on having your method. ദൈവത്തിന്റെ വഴിക്ക് നടക്കട്ടെ. Have it in the method of God. Amen. Praise God. വീഞ്ഞുണ്ടാക്കിയ പാത്രവും ഉണ്ടാക്കിയ വ്യക്തികളും കലവറയിൽ ഇരിപ്പുണ്ട്. All those who made the wine and those who made the pots for that wine are all in
inside the kitchen. പക്ഷേ യേശു അതൊന്നും ഉപയോഗിച്ചില്ല. But Jesus did not use any of that. പുറത്ത് കിടക്കുന്ന പാത്രത്തിൽ വീഞ്ഞ് റെഡിയാക്കി. He asked them to ready those pots, the water stone pots. ഇന്ന് രാത്രി യോഗത്തിന് വന്ന എല്ലാവരും ശ്രദ്ധിക്കുക. Those who came today, please listen intently. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ദൈവത്തിന്റെ സമയമുണ്ട്. For God's work, there is a God's timing for it. ദൈവത്തിന്റെ വഴിയുണ്ട്. There is a method for God. അത് നിന്റെ വഴിയല്ല. It is not your way or method. നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ. Your thoughts are not my thoughts. നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ. Your ways are not my ways. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉന്നതമായിരിക്കുന്നു. Just as the heavens are high above the earth, so are my ways higher than your thoughts and plans. Amen. Amen. നമ്മൾ വിചാരിക്കുന്ന വഴിക്കല്ല ദൈവം പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോണത്. God is not going to resolve that issue in the method and plan that we are thinking. ഒന്നുകൂടെ ഞാൻ പറയാം. Let me tell you one more thing. നമ്മൾ വിചാരിക്കുന്ന വഴിക്കല്ല ദൈവം പ്രോബ്ലം കൈകാര്യം ചെയ്യാൻ പോകുന്നത്. God is not going to handle your issue in the method that we are analyzing. Praise the Lord. Hallelujah. ഞാൻ ഇവിടെ വന്ന ശേഷം ഒരു മെസ്സേജ് ഏതോ ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൽ വായിച്ചു. When I came here, I read a message from some English textbook. ഒരു ഇമെയിൽ വന്നിരിക്കുകയാണ് ഒരു മിഷൻ സംഘടനയിലേക്ക്. A mission organization received an email. ഞങ്ങളുടെ രാജ്യം കഠിനമായ ചൂടും ഉഷ്ണവും നിമിത്തം വെള്ളം വറ്റിപ്പോയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അയച്ച അത്രയും സംഭാവന നിങ്ങളുടെ മിഷൻ പ്രസ്ഥാനത്തിന് അയക്കാൻ ഈ പ്രാവശ്യം എനിക്ക് കഴിവില്ല. The statement said, the email read, because of the extreme hot climate over here, whatever gift that you had sent last time, I can't accept that now. അതുകൊണ്ട് ചെറിയൊരു തുക അയക്കാൻ പറ്റുന്നുള്ളൂ. I will be able only to send a small amount. ഞങ്ങൾക്ക് മഴയില്ലാതെ ഞങ്ങൾ വളരെ കഷ്ടപ്പെടുകയാണ്. We are suffering because of very extreme hot weather conditions over here. എന്നാൽ ഇപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അത്യാവശ്യമായ മറ്റൊരു വിഷയം കൂടെ ഞാൻ പറയട്ടെ. Instead of praying now for the rain, let me tell you some other subject. ഞങ്ങളുടെ അയൽ രാജ്യം ഞങ്ങളുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. We have declared war against our neighboring country. ബോംബിംഗ് ഫ്ലൈറ്റ് ഞങ്ങളുടെ മുകളിലൂടെ പോകുന്നത് ഞങ്ങൾക്ക് കാണാം. We can see squadrons of bombing planes flying over us. ഞങ്ങളുടെ നാട് നശിച്ചു പോകാതിരിക്കാൻ യുദ്ധം മാറി കിട്ടാൻ പ്രാർത്ഥിക്കണം. I request you to please pray that the war will subside and will be turned away from our nation. ആ മിഷൻ സംഘടനയുടെ പ്രസിഡന്റ് ഉടനെ റിപ്ലൈ അയച്ചു. The mission organization's president immediately sent a reply to this man. Dear brother, he wrote, dear brother, നിങ്ങളുടെ ദേശത്തിന്റെ ജലക്ഷാമം പരിഹരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. I will pray for the peaceful atmosphere of your nation. ജലക്ഷാമം പരിഹരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. I will pray for the scarcity of that rainfall in your country. ഞാൻ പ്രാർത്ഥിക്കാം. I will pray for it. എന്നാൽ യുദ്ധം നിർത്തുന്നത് ദൈവമാണ്. But the person who stops the war is God. അതെനിക്കോ നിങ്ങൾക്കോ ചെയ്യാൻ പറ്റില്ല. I or you cannot do anything. Amen. 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇമെയിൽ മറുപടി വന്നു. After 2 months, there was a reply to that email. Dear pastor, യുദ്ധം നടന്നു. The response of an email from this man to the organization was, dear pastor, the war has taken place. ഞങ്ങളുടെ നാട്ടിൽ ബോംബ് വീണു. Bombs have fallen in our country. അത് ഭൂമിക്ക് അടിയിലേക്ക് ഇറങ്ങിപ്പോയി. It has gone down into the depths of the earth. ഒരു വലിയ ഉറവ ആ ബോംബിങ്ങിലൂടെ തുറന്നു. There was a great fountain that opened because of that bombing. എവിടെയോ മറഞ്ഞു കിടന്ന ഒരു ഉറവ പൊട്ടി. There was a great fountain that was hidden deep in the earth that opened. ഞങ്ങളുടെ ദേശം മുഴുവൻ വലിയ വെള്ളപ്പാച്ചിലാണ്. Now there is plenty of water in our country because of that. ദൈവം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ വഴിയിലല്ല. God will not work in your method or in your own way.